അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹായ് ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ആസിഫ് ഹംദാൻ. ഒരു അറബിക് അധ്യാപകനാവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ ഒരു അധ്യയന വർഷത്തിൽ അറബിക് അധ്യാപകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തേടിയെത്തുന്നത് ഒട്ടനവധി അവസരങ്ങളും ഒട്ടനവധി ഒഴിവുകളുമാണ്. അതിലേക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഓക്കെ, ആദ്യമായിക്കൊണ്ട് തന്നെ കാറ്റഗറി നമ്പർ 111/2025 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക് UPSA, അതുപോലെ തന്നെ 113/2025 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക് LPS. ഈ രണ്ട് നോട്ടിഫിക്കേഷനും നമുക്ക് കഴിഞ്ഞ മാസം വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതിന്റെ ഡെഡ് ലൈനും കഴിഞ്ഞ മാസമായിരുന്നു. അത് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. എന്നാൽ പുതിയൊരു അവസരം അല്ലെങ്കിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ നമ്മളെ തേടി എത്തിയിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 218/2025 പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക് LPS കണ്ണൂരിലേക്കാണ് ഈ ഒരു ഒഴിവ് ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്ലൈ ചെയ്യാത്തവർ എന്തായാലും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഈ വരുന്ന സെപ്റ്റംബർ 3 വരെയുള്ളൂ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കാലാവധി. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി പഠിക്കുകൂടി ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വെൽ സ്ട്രക്ചേർഡ് ആയിക്കൊണ്ട്, വെൽ പ്ലാൻഡ് ആയിക്കൊണ്ട്, അതിന്റെ മാർക്കുകൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമുക്ക് നോക്കാം. കഴിഞ്ഞ LPSA അറബിക്കില് 5 ജില്ലകൾ വിളിച്ചിരുന്നു. ആ ജില്ലകളിലെ കഴിഞ്ഞ എക്സാമിന് വന്ന കട്ട് ഓഫ് മാർക്കുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 113/2025 ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ 5 ജില്ലകളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. മലപ്പുറം, കൊല്ലം, കണ്ണൂർ, വയനാട്, പാലക്കാട്, ഈ 5 ജില്ലകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ ജില്ലകളുടെ കട്ട് ഓഫ് മാർക്ക് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായിക്കൊണ്ട് തന്നെ മലപ്പുറം ജില്ലയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 55.67 മാർക്കാണ്. ഇനി അടുത്തതായി കൊല്ലം ജില്ലയിലെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത് 56.33 ആണ്. 56.33 ആണ്. ഇനി കണ്ണൂർ നോക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് മാർക്കായിട്ട് കാണാൻ കഴിയുന്നത് 60 മാർക്കാണ്. 60 മാർക്കാണ് കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി വയനാട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 35 മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് അവിടെ വന്നിട്ടുള്ളത്. ഇനി അവസാനമായിക്കൊണ്ട് പാലക്കാടിന്റെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് 64.33 മാർക്കാണ് പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് മാർക്കായിട്ടുള്ളത്. ഇപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് മാർക്കുകൾ എത്രയാണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ കട്ട് ഓഫ് മാർക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനുതകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പഠനത്തെ പ്ലാൻ ചെയ്യണം. സ്ട്രക്ചേർഡ് ആയിക്കൊണ്ട് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ ഈ നോട്ടിഫിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റാങ്കിൽ എത്തിപ്പെടാനായിട്ട് കഴിയുള്ളൂ. ഇതിനായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വെൽ സ്ട്രക്ചേർഡ് ആയിക്കൊണ്ട് നമ്മുടെ പഠനം ക്രമീകരിക്കണം. അതിനു വേണ്ടിക്കൊണ്ട് CC പുതിയ JLT അറബിക് ബാച്ച് പഠനം തുടങ്ങുകയാണ്. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. അപേക്ഷിച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ചുകൊണ്ട് വെൽ സ്ട്രക്ചേർഡ് ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതിനുതകുന്ന രീതിയിലാണ് CC നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി പ്ലാനും മെറ്റീരിയൽസും ക്ലാസ്സും എല്ലാം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, ധൈര്യമായി വന്നോളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് നേടാം. CCയോടൊപ്പം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.